അമിത്ഷാ തിരുവനന്തപുരത്ത് വന്നു. നഗരസഭ പിടിച്ചതിന് തൊട്ട് പിന്നാലെയാണ് വന്നിരിക്കുന്നത്. ഇതൊരു ഇലക്ഷൻ പ്രചരണത്തിൻ്റെ തുടക്കമായിട്ട് കാണാൻ കഴിയുമോ? കേരളം പിടിക്കും മിക്കവാറും BJP എന്നുള്ള ലൈനിലേക്ക് അമിത്ഷായ്ക്ക് കാര്യങ്ങൾ മാറ്റാൻ കഴിയില്ലേ? അല്ല, അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവരുടെ ഈ BJPയുടെ ഒരു ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഒന്നാം സ്റ്റേജ് ഒരു ഉദ്ദേശ കണക്ക് നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് തിരുവനന്തപുരം നഗരസഭ പിടിച്ചു കഴിഞ്ഞു. ഇത് തിരുവനന്തപുരം നഗരസഭ ഭരിക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ്. പക്ഷേ ആ ലക്ഷ്യത്തിനകത്തൂടെ ഒരു ലക്ഷ്യം വയ്ക്കുന്ന മറ്റൊരു ലക്ഷ്യം എന്ന് വെച്ചാൽ കേരളമാണ്. അത് വളരെ വ്യക്തമാണ്. അപ്പോൾ അതിൻ്റെ ഓരോ നടപടികളുടെ തുടക്കമാണ് ഇപ്പോൾ അമിത്ഷാ വന്നിരിക്കുന്നത്. അമിത്ഷാ വന്നതിന് ശേഷം ഇനിയിപ്പോൾ ഇതെല്ലാം നമ്മുടെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിലേക്ക് മാത്രം നോക്കിയിട്ടല്ല, മറിച്ച് ഭാവിയിൽ കേരളത്തെ ഭരിക്കുക, അല്ലെങ്കിൽ കേരളത്തിൽ ഭൂരിപക്ഷം നേടുക, കേരളത്തിൽ ഭരണം സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കുള്ളൊരു സംഗതി. അല്ലാതെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രം നോക്കിയിട്ടല്ല. പക്ഷേ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിപ്പിക്കും. ഇപ്പോൾ ഈ ആ ഒരു ആസൂത്രണത്തിൻ്റെ ഒന്നാം ഭാഗം തിരുവനന്തപുരം നഗരസഭ നേടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ എത്രമാത്രം സാന്നിധ്യം ഉണ്ടാക്കാൻ കഴിയുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഏകദേശം ഒരു 10-ൽ താഴെയെങ്കിലും സീറ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നുണ്ടെങ്കിൽ വലിയ നേട്ടമായിരിക്കും. ഇപ്പോൾ ഈ തിരുവനന്തപുരം നഗരസഭ നേടിയതുപോലെ അടുത്ത രണ്ടാം ഘട്ടവും അത് ശരിയാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ദീർഘമായ ലക്ഷ്യത്തിലേക്ക്, അതായത് അടുത്ത സമയമോ അല്ലെങ്കിൽ അതിനടുത്ത സമയമോ, അതൊരു പക്ഷേ അടുത്ത 5 വർഷം കഴിഞ്ഞിട്ടുള്ള തിരഞ്ഞെടുപ്പായിരിക്കും അവർ ലക്ഷ്യം വയ്ക്കുന്നത്. ആ ലക്ഷ്യത്തിലേക്കുള്ള നടപടിയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ അമിത്ഷാ ഇപ്പോൾ വന്നിരിക്കുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രി മോഡി വരുന്ന ഒരു തീയതി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കുന്നത് തിരുവനന്തപുരത്തേക്ക്, നമ്മുടെ കേരളത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും അപ്പോൾ തിരുവനന്തപുരത്തേക്ക് മാറുകയാണ് ചെയ്യുന്നത്. തെന്നിന്ത്യയുടെ മുഴുവൻ ശ്രദ്ധയും തിരുവനന്തപുരത്തേക്ക് മാറുകയാണ് ചെയ്യുന്നത്. കേരളത്തിൽ മാത്രമല്ല, തെക്കേ ഇന്ത്യയിൽ. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം എന്ന് പറയുന്നത് ദേശീയ ശ്രദ്ധയിലേക്കും വരും. കാരണം കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസം, ഇവിടുത്തെ BJPക്കാരെ പോലും കേരളത്തിന് പുറത്തുള്ളവർ കമ്മ്യൂണിസ്റ്റുകാരായിട്ടാണ് കണക്കാക്കുന്നത്. കേരളത്തിലെ BJPക്കാർക്കും കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വഭാവവുമാണ്. ഒരു മലയാളി എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് എല്ലാവരും കാണുന്നത് ഒരു കമ്മ്യൂണിസ്റ്റായിട്ടാണ് കാണുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് കേരളത്തിൽ BJP തലസ്ഥാന നഗരിയിലെ നഗരസഭ പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെ തെന്നിന്ത്യയെ നോക്കും, അതോടൊപ്പം തന്നെ ദേശീയ ശ്രദ്ധയും തിരുവനന്തപുരത്തേക്ക് ആകർഷിക്കുകയാണ്. അപ്പോൾ ആ ഒരു ശ്രദ്ധയെ തിരുവനന്തപുരത്തിനെ ഒരു ഷോ പീസാക്കി വയ്ക്കുക, തിരുവനന്തപുരത്തിനെ ഒരു മാതൃകയാക്കി വയ്ക്കുക, വികസന മാതൃകയായിട്ട് വയ്ക്കുക. അപ്പോൾ അത് ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെയല്ല തിരുവനന്തപുരം, നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ ഒരു നഗരത്തിൻ്റെ എക്സ്റ്റൻഷനാണ് കേരളം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഗുജറാത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, അഹമ്മദാബാദിൽ നമ്മൾ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ പഴയ ഗ്രാമങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ കഴിയും. ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ടുമില്ല. നഗരത്തിലേക്ക് വരുവാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷേ കേരളം അതല്ല. കേരളം എന്ന് പറയുന്നത് മൊത്തത്തിലൊരു നഗരത്തിൻ്റെ അവസ്ഥ ഇപ്പം തന്നെ ഉണ്ട്. ഈ ഗ്രാമങ്ങൾ പോലും നമ്മളത് വല്ലാണ്ട് നഗരവൽക്കരിക്കപ്പെട്ട അവസ്ഥയാണ്. അപ്പോൾ ഈ കേരളത്തിലേക്ക് ഈ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് BJP തിരുവനന്തപുരം നഗരസഭാ ഭരണത്തെ കൊണ്ടുവരും എന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ മോഡിയുടെ വരവ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ജനം അതിലേക്ക് ശ്രദ്ധിക്കുക, മോഡിയുടെ വരവ് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ മോഡിയുടെ വരവ് പ്രതീക്ഷിക്കുന്ന സമയത്ത് എന്താണ് മോദി ഇവിടെ അനൗൺസ് ചെയ്യാൻ പോകുന്നത്, ഓരോ മലയാളിക്കും അതിനകത്ത് താല്പര്യം ഉണ്ടാവും. അപ്പം മോദി ഒരു പദ്ധതി അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും, നടപ്പിലാക്കുന്നതിൻ്റെ തീയതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു ധാരണയൊക്കെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ തിരുവനന്തപുരം നഗരത്തെയും ഒരുപക്ഷെ നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത ചില പദ്ധതികളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കും, അല്ലെങ്കിൽ ഇതുവരെ ആൾക്കാർ ആഗ്രഹിച്ചിട്ടില്ലാത്ത ചില പദ്ധതികൾ പോലും നടപ്പിലാക്കിയെന്നിരിക്കും. ഇപ്പോൾ തന്നെ ഈ ഒളിമ്പിക്സിൻ്റെയൊക്കെ നേരത്തെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ വലിയ ചില പദ്ധതികൾ ഒരുപക്ഷെ പ്രധാനമന്ത്രി മോദി തിരുവനന്തപുരത്ത് നിന്ന് അനൗൺസ് ചെയ്യും. അത് നടപ്പിലാക്കാനുള്ള പ്രാരംഭ നടപടികൾ വളരെ ത്വരിതഗതിയിൽ തിരുവനന്തപുരം നഗരസഭയിൽ ആരംഭിക്കുകയും ചെയ്യും. കാരണം ഇനിയിപ്പം 3 മാസം കഷ്ടിച്ച് ആഴ്ചകൾ മാത്രമേ നമുക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ളൂ. അപ്പോൾ അതിനകത്ത് തന്നെ പല പദ്ധതികളും ആരംഭം കുറിക്കുകയും പെട്ടെന്ന് മാറ്റം വരുന്നു എന്നൊരു തോന്നൽ തിരുവനന്തപുരത്തൂടെ സൃഷ്ടിക്കുന്നതിലൂടെ അവർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അതൊരു പക്ഷേ വിജയകരമായി നടപ്പിലാക്കാൻ ഇപ്പം നിലവിൽ ഉള്ള സാഹചര്യത്തിൽ കഴിയുകയും ചെയ്യും. കാര്യം കേന്ദ്രം BJP ഭരിക്കുന്നതിനാലും മോദി പ്രധാനമന്ത്രിയായതിനാലും അമിത്ഷാ പിന്നിലുള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും ആ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിൽ വളരെ ജാഗരൂകതയായിരിക്കും.
അതവർ സ്വാഭാവികമായിട്ട് വിജയിപ്പിക്കാനുമാണ് സാധ്യത. അതായത് BJPക്ക് വ്യക്തമായൊരു പദ്ധതിയുണ്ട്, അതിൻ്റെ ഒരു തുടക്കം തന്നെ അമിത്ഷാ നേരിട്ട് വന്ന് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇലക്ഷൻ പ്രചരണത്തിന് ഇനി അങ്ങ് തുടങ്ങിക്കോ എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ അമിത്ഷാ പറയുന്നത്. 3 മാസമല്ലേ ഇലക്ഷൻ പ്രചരണമാണിത്. അവർക്ക് ഞാൻ പറഞ്ഞ ഒരു ചെറിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ പോലെ ഒരു നിശ്ചിത സീറ്റുകൾ ഇപ്പോൾ 15 എന്നൊക്കെ പുറത്ത് പറയുന്നുണ്ടെങ്കിലും ഒരു 5-നും 6-നും 7-നും ഇടയ്ക്കൊക്കെ സീറ്റ് കിട്ടിയാൽ പോലും BJPക്ക് വലിയ നേട്ടമായിരിക്കും. മാത്രമല്ല ഈ 5-നും 6-നും 7-നും ഇടയ്ക്ക് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന നിയമസഭ ഒരു തൂക്ക് മന്ത്രിസഭയാണെങ്കിൽ അത് ആലോചിച്ചു BJP കാര്യങ്ങൾ തീരുമാനിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനിശ്ചിതത്വങ്ങൾ ഇവിടെ മുമ്പിൽ നിൽപ്പുണ്ട് സംഭവം. ഇപ്പോൾ തൊട്ടുപുറകെ മോദിയും വരുന്നുണ്ടെന്ന് പറയുന്നത്. മോദി വന്നിട്ട് അത് നേരത്തെ അനൗൺസ് ചെയ്തതാണല്ലോ, മോദി പ്രഖ്യാപിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇത് ഒക്കെ വരുന്ന സമയത്ത് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കും. ഇപ്പോൾ ഒരു 11 മണ്ഡലങ്ങളിൽ അല്ലേ വ്യക്തമായ ഒറ്റയ്ക്ക് BJPക്ക് ഭൂരിപക്ഷം ഒന്നാം സ്ഥാനത്തേക്ക് വരാൻ പോകും. 2ാം സ്ഥാനം ചെറിയ വ്യത്യാസത്തിലുള്ളതുമായിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളും കൂട്ടുകയാണെങ്കിൽ ഏതാണ്ട് 36ഓളം മണ്ഡലങ്ങൾ ഷുവറാണ് ഏതാണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുദ്ദേശിക്കുന്ന സാധനം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ CPM-ആയിട്ടും ഒക്കെ ധാരണകളൊക്കെ ഉണ്ടാക്കാം. കാരണം വളരെ വ്യക്തമാണ് BJP ഒരു കാരണവശാലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളൊരു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിന് താല്പര്യമില്ല. മാത്രമല്ല CPM വരുന്നതിനോടൊക്കെ വലിയ വിരോധവുമില്ല. അത് നമ്മൾ അംഗീകരിക്കണമല്ലോ. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ CPM-നും എങ്ങനെയെങ്കിലും 3ാം തവണയും അധികാരത്തിൽ വന്നെങ്കിലേ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥ CPM-നുണ്ടെന്ന് പറഞ്ഞാൽ ഇന്നത്തെ CPM എന്ന് പറയുന്നത് ആരാണ്? പിണറായി വിജയനാണ്. പിണറായി വിജയൻ എങ്ങനെയെങ്കിലും 3ാം തവണയും അധികാരത്തിൽ വരണം. അപ്പോൾ അത് പാർട്ടി എന്നുള്ളതിൽ നിന്ന് മുഖ്യമന്ത്രിയായ സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതായതുകൊണ്ടും ഏത് അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും CPM അല്ലെങ്കിൽ അതിൻ്റെ ലീഡർഷിപ്പ് ഇന്ന് തയ്യാറാവും. പക്ഷെ ഒരിക്കലും വിളക്കി ചേർക്കാൻ പറ്റാത്ത 2 ഗ്രൂപ്പാണ് BJP CPM. അതെ, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഉദാഹരണത്തിന് ഇപ്പോൾ കണ്ണൂർ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എത്രയോ പേർ ഭാഗ്യവാന്മാരാണ്. കാരണം പലരുടെയും പോകുമായിരുന്ന തലകൾ ഇപ്പോൾ കണ്ണൂരിലുണ്ട് അല്ലേ? അവിടെ കലാപം ഉണ്ടായിട്ടില്ല, രാഷ്ട്രീയ കൊലപാതകം ഉണ്ടായിട്ടില്ല. അത് ആരൊക്കെയാണ് ആ ഭാഗ്യവാന്മാർക്ക് ഉള്ളത് നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല അല്ലേ? അതെങ്ങനെയാണ് സംഭവിച്ചത്? അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ RSS നേതൃത്വവുമായി ചർച്ച നടത്തി നമ്മളിനി അവിടെ അടിക്കാൻ നിൽക്കേണ്ട, നേതൃത്വം തീരുമാനിച്ചു, അണികളുടെ തല കഴുത്തിലുണ്ട്. ഇത് പണ്ട് നമ്മൾ നടൻ ശ്രീനിവാസൻ പറഞ്ഞതാണ്. നേതാക്കൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ കണ്ണൂരിൽ കൊലപാതകം നിൽക്കും. ഇവിടെ പിണറായി വിജയനും RSS നേതൃത്വവുമായിട്ട് തീരുമാനിച്ചു, ഒരുപാട് ഭാഗ്യവാന്മാരുടെ തലകൾ കണ്ണൂരിൽ കഴുത്തിന് മുകളിൽ ഇപ്പോഴും നിലനിൽക്കുന്നതിനാലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും വിളക്ക് ചേർക്കാൻ പറ്റത്തില്ല എന്ന് പ്രത്യക്ഷമായിട്ട് ശരി തന്നെയാണ്. CPM-ൻ്റെ മുഖ്യധാര അല്ലെങ്കിൽ മുഖ്യ അജണ്ടയെന്ന് പറയുന്നത് RSS-നെ എതിർക്കുക, RSS-നെ എതിർക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന ഒരു ഉറച്ച ബോധ്യം 2016-ലെ 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾക്ക് കിട്ടിയതുകൊണ്ടാണ് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ 2ാം LDF സർക്കാർ അധികാരത്തിൽ വന്നു. ആണോ അല്ലേ? അല്ലേ? അതായത് RSS-നെ നേരിടാനായിട്ട് RSS-നെ നേരിടുക എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ മുസ്ലിം ജനവിഭാഗത്തിൻ്റെയും ആവശ്യമായിട്ട്, അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ ഇപ്പം നിലവിലുള്ള ഇപ്പം PFI അതുപോലെ ജമാഅത്തെ ഇസ്ലാമി ഇത്തരം സംഘടനകളൊക്കെ സജീവ സാന്നിധ്യവും സ്വാധീനവും മുസ്ലിം സമൂഹത്തിനിടയിൽ നേടിയിട്ടുണ്ട്. അതിൻ്റെ സ്വാധീനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഈ RSS-നെ അതേ തലത്തിൽ അടിച്ചു നേരിടണമെന്നുണ്ടെങ്കിൽ അത് CPM-നെ കൊണ്ടേ പറ്റുള്ളൂ എന്ന ഒരു ബോധ്യം മുസ്ലിങ്ങൾക്കിടയിൽ ഈ സമുദായത്തിനിടയിൽ ഉണ്ടാക്കുകയും അതിൻ്റെ ഫലമായിട്ട് മുഴുവൻ പേരും ഞങ്ങളുടെ ഹീറോ എന്നാണ് പലരും അന്ന് പല നേതാക്കന്മാരും പിണറായി വിജയനെ വിശേഷിപ്പിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിരുന്നത്. അപ്പോൾ ആ നില ഇപ്പോൾ ഉണ്ടോ? ഇല്ല അല്ലേ? ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമവും അങ്ങനെ ഈ പറഞ്ഞതുപോലെ മലപ്പുറത്ത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളും സ്വർണ്ണക്കൊള്ളക്കടത്ത് നടത്തുമെന്ന് പിണറായി വിജയൻ ഹിന്ദുവിൽ ഇൻ്റർവ്യൂ കൊടുത്തു. ഏറ്റവും ഒടുവിൽ ജമാഅത്തെ ഇസ്ലാമി വന്നു കഴിഞ്ഞാൽ UDF വന്ന ജമാഅത്തെ ഇസ്ലാമി കേരളം ഭരിക്കുമെന്ന് ബാലം പറഞ്ഞു. അത് ശരിയാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പഴയ അവസ്ഥയുണ്ടോ? ഇല്ല. അപ്പോൾ ഈ വിളക്കി ചേർക്കാത്തവർ നമ്മൾ കാണാത്ത രീതിയിൽ ചിലപ്പോൾ വിളങ്ങിയെന്നിരിക്കും. ആ വിളങ്ങലാണ്
നമ്മളത് കാണണമെന്നില്ല. പക്ഷേ അതാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ പോകുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് നിർണായകമായ സ്വാധീനം ചെലുത്തുകയും ചെയ്യും.